ദൃശ്യം 3 മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിലൊന്ന്. മോഹൻലാലിന്റെ മികച്ച കഥാപാത്രം, അതിന്റെ കഥ പരിസരം എല്ലാം ഗംഭീരമാണ്. അതുകൊണ്ട് അതിന്റെ ഫ്രാഞ്ചൈസിക്ക് അത്രയും ഡിമാൻഡാണ്. നമുക്കറിയാം, ദൃശ്യം 1 കഴിഞ്ഞ് ദൃശ്യം 2 OTT റിലീസ് ചെയ്തപ്പോഴും അത് ഗംഭീരമായിട്ട് അതിന് പ്രശംസ നേടിയൊരു ചിത്രമാണ്. അതിനുശേഷം ദൃശ്യം 3 അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. മോഹൻലാൽ L365 അഭിനയിക്കാൻ പോവാണ്. ഇതിന്റെ റിലീസ് ഇന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ വിഷു റിലീസായിട്ടാണ്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച എന്തായാലും വരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. എന്തായാലും ഇത്ര അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഉള്ളൂ. ആ വർക്കുകളെല്ലാം കഴിഞ്ഞാൽ ഏപ്രിൽ റിലീസ് കൺഫേം ആയി. പ്രത്യേകിച്ച് ആന്റണി വരുമ്പോൾ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞാൽ ആ റിലീസ് ഡേറ്റിന് വലിയ മാറ്റം വരത്തില്ല. ഇവിടെ വേറൊരു ക്ലാഷ് ആണ് വരുന്നത്. പാട്രിയോട്ട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നമ്മുടെ കുഞ്ചാക്കോവൻ, നയൻതാര എല്ലാം അഭിനയിക്കുന്ന സിനിമയും ഏപ്രിൽ തന്നെയാണ് റിലീസ്. അത് രണ്ടാമത്തെ ആഴ്ചയോ മൂന്നാമത്തെ ആഴ്ചയോ വലിയ ഇടവേളകൾ ഇല്ലാതെ തന്നെ വരും എന്ന് തന്നെയാണ് അറിഞ്ഞത്. ചിലപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പൊക്കെ കാണത്തുള്ളൂ. കാരണം അവർക്കൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറക്കുമ്പം ആ നിർമ്മാതാക്കളും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വെക്കേഷൻ ഡേറ്റ് ആണ്. എന്തായാലും ദൃശ്യം 3 തൂക്കുമോ? എന്തായാലും ദൃശ്യത്തിനൊരു ഗംഭീര പ്രീസെയിൽ കളക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അതിൻ്റെ 2 ഭാഗങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ചും ദൃശ്യം 1 ഉണ്ടാക്കി വെച്ചേക്കുന്ന ലെവൽ അസാധാരണ ലെവലാണ്. പാട്രിയോട്ട് ആണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു അസാധാരണ സംഭവം. എന്തായാലും ദൃശ്യം 3 ക്ലാഷ് വെച്ചേക്കുന്ന പാട്രിയോട്ടാണ്. ആര് വിജയിക്കും, ദൃശ്യം 3യോ പാട്രിയോട്ടോ? നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക.